Hey my dear friends, welcome to another video. ഇന്ന് ഞാനൊരു വാനില കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ സോഫ്റ്റ്, സൂപ്പർ ഈസി വാനില കേക്കിൻ്റെ റെസിപ്പി. അതും ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിൽ സ്റ്റീം ചെയ്തിട്ടാണ് ഞാൻ ഈ വാനില കേക്ക് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കാണാത്തവരുണ്ടെങ്കിൽ അതും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തത്. ഇത് മെഷറിംഗ് സ്പൂണിലുള്ള 1.5 കപ്പിൻ്റെ അളവാണിത്. അതിലേക്ക് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, വാനില ഫ്ലേവർ. ഞാനിവിടെ വാനില ഫ്ലേവർ പൗഡറാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ ലിക്വിഡ് ഫോമിലുള്ള എസെൻസ് ആണെങ്കിൽ അത് ബാറ്റർ ആയിക്കിനെ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു പിഞ്ച് സോൾട്ടും. ഇതെല്ലാം ജസ്റ്റ് ആ സ്പൂണിനെ കൊണ്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് വെറ്റ് മിക്സ് റെഡിയാക്കാം, അല്ലെങ്കിൽ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടേൻ്റെ കേക്കാണ് ആക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കേക്കാവും 4 മുട്ട. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര. ഞാനിത് പഞ്ചസാര മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇത് രണ്ടും കൂടി ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഞാൻ അങ്ങനെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി പൊങ്ങിച്ചെടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് സമയം ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാല്, 1/2 കപ്പ് ഓയിൽ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആണെങ്കിൽ 1/2 കപ്പ് ബട്ടർ, മെൽറ്റഡ് ബട്ടർ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഗീ വേണമെങ്കിൽ ഗീയും യൂസ് ചെയ്യാം. ഓയിലും പാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ മിക്സ്, അതായത് മൈദൻ്റെ മിക്സ് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല പെട്ടെന്ന് മിക്സായി കിട്ടും. അതുകൊണ്ട് കുറച്ചായിട്ട് ഈ മൈദൻ്റെ മിക്സ് ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഈസി അല്ലേ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ കുറേ പ്രൊസീജിയർ, അങ്ങനെ എഗ് വൈറ്റ് മാറ്റി യെല്ലോ മാറ്റി അങ്ങനെയൊന്നും ചെയ്യണ്ട. എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നെ ചെയ്താൽ മതി. സ്റ്റീമിലാകുമ്പോൾ അങ്ങനെ ആയാലും നല്ല സോഫ്റ്റുള്ള കേക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇഡ്ഡലീൻ്റെ പാത്രം ചൂടുവെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ സിലിക്കോൺ മോൾഡാണ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സിലിക്കൺ മോൾഡാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ഇത് അൺമോൾഡിങ്ങിനെല്ലാം ഭയങ്കര ഈസിയാണ്. ബാക്കിയുള്ള വേറെ ഏതെങ്കിലും ടിന്ന് എടുക്കുന്നെങ്കിൽ അത് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഒരു കേക്ക് ആക്കാൻ വേണ്ടി എടുക്കുക. ഞാൻ ഈ ബാറ്റർ 3 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേക്ക് ആക്കി എടുക്കുന്നത്. അതായത് 3 ലെയറിന് വേണ്ട 3 കേക്കാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. എപ്പോഴും കേക്കിന് ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കിയിട്ടാണ് കേക്ക് റെഡി ആയോ എന്ന് നോക്കുക. 10 മുതൽ 15 മിനിറ്റ് വരെ മാക്സിമം എടുക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്യണമെങ്കിൽ, ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കിയിട്ട് റെഡിയാണോ നോക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഞാൻ 3 ലെയറിന് വേണ്ടിയിട്ടുള്ള 3 കേക്ക് റെഡിയാക്കിയെടുത്ത് ഇങ്ങനെ കുറേ സമയം വെച്ച് ഓരോരോ കേക്കാക്കി എടുക്കുമ്പോൾ ബാറ്റർ ഇങ്ങനെ കുറേ ടൈം വെക്കുമ്പോൾ കേക്ക് ഹാർഡായി പോകില്ല എന്നെല്ലാം കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്നും ആവില്ല. എല്ലാ കേക്കും ഒരേപോലെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടലുണ്ട്. വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും കേക്ക് ശരിക്കും എത്ര സോഫ്റ്റാണെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ സെറ്റും ബാറ്റർ ഒഴിച്ച് രണ്ടാമത്തെ കേക്കാക്കി, മൂന്നാമത്തെ ഒഴിച്ചിട്ട് 3ാമത്തെ ലെയറിനുള്ള കേക്കും കൂടി ആക്കിയെടുത്തു. അപ്പോൾ കേക്ക് റെഡിയായി.
ഇനി കേക്കിന് ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് റെഡിയാക്കേണ്ടത്. വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ടുള്ള ഐസിങ്ങാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പൈനാപ്പിൾ പുഡിംഗ്. ആ പുഡിങ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിനെടുക്കുന്നത്. എന്നാലും ഫുൾ വിപ്പിംഗ് ക്രീം ആവശ്യം വന്നിട്ടില്ല, കുറച്ച് വീണ്ടും ബാക്കിയുണ്ടായിരുന്നു കേക്കിന് യൂസ് ചെയ്തിട്ടും. ആ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി നമുക്ക് കേക്ക് ഐസ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ലെയർ കേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ ഫോർക്കിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തുകൊടുത്തു. എന്നിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തു. ഷുഗർ സിറപ്പ് പഞ്ചസാര വെറുതെ വെള്ളത്തിൽ കലക്കിയത് മാത്രമാണ്. ആ പഞ്ചസാര വെള്ളം കേക്കിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വെച്ച വിപ്പിംഗ് ക്രീം ലെയർ ചെയ്തു. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കേക്ക് വെച്ചു. ഈ കേക്കിൻ്റെ മേലുള്ള ചെക്സ് ആ സിലിക്കോൺ മോൾഡിൻ്റെ അടയാളം വന്നതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയറെല്ലാം സെയിം. ഫോർക്കിനെ കൊണ്ട് കുത്തി കൊടുത്തു, ഷുഗർ സിറപ്പ് ഇട്ടു, വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ടു. അതിൻ്റെ മേലെ തേർഡ് ലെയർ, അതായത് ലാസ്റ്റ് ലെയറിനുള്ള കേക്കും വെച്ചു. ഇനി കേക്ക് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് കവർ ചെയ്ത് സെറ്റാക്കി എടുത്തു. ഞാൻ കേക്ക് ഐസിങ്ങിലൊരു എക്സ്പേർട്ടേ അല്ല കേട്ടോ, അതുകൊണ്ട് അതിനുള്ള ഇംപെർഫെക്ഷൻ എല്ലാം എൻ്റെ കേക്കിലുണ്ടാവും. എന്നാലും ഞാൻ ഓരോ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതെൻ്റെ ഒരു പ്രാക്ടീസ് പോലെ കണ്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ചിങ്ങനെ ബെറ്ററായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളും ബിഗിനർ ആണെങ്കിൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അത് ബെറ്ററായി വരും എന്നുള്ള ഹോപ്പിൽ ഉണ്ടാക്കുക. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഐസിങ്ങിൻ്റെ മൊഞ്ച് മാറ്റി വെച്ചാൽ ഉള്ളിലെ കേക്കിൻ്റെ ടെക്സ്ചറും കേക്കിൻ്റെ ടേസ്റ്റിനും ഞാൻ 100% ഗ്യാരണ്ടി തരാം എന്തായാലും. അങ്ങനെ കേക്കിന് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുത്തു. പിന്നെ ഞാനിവിടെ റോസിൻ്റെ ഐസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർ നോസിലെടുത്ത്, നോസിലെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. 2 കളർ കേക്ക് ഐസിങ് ആണ് ചെയ്യുന്നത്, പിങ്ക് റോസസും ബ്ലൂ റോസസും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഡിവൈഡ് ചെയ്തിട്ട് ഒരു പാർട്ടിൽ ഇങ്ങനത്തെ പിങ്ക് കളർ, കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ട് പിങ്ക് കളറാക്കി. ഇനി അതൊരു പൈപ്പിംഗ് ബാഗിലാക്കി, ഐസിങ് ബാഗിലാക്കിയിട്ട് നമുക്ക് റോസസ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കേക്കിൻ്റെ സൈഡിലെല്ലാം പിങ്ക് റോസസ് ആണ് ചെയ്തത്. കറക്റ്റായിട്ടുള്ള നോസിൽ സെലക്ട് ചെയ്തതിനാൽ ഏത് ബിഗിനറിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ റോസ് ഡിസൈൻ. ഇതും അങ്ങനെ പെർഫെക്റ്റ് റോസസ് ഒന്നുമല്ല, എന്നാലും കേക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാവും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഓരോരോ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുത്തിട്ട് ആ ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ പോലെ ആക്കിയെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീമിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളറാണ് വിപ്പിംഗ് ക്രീമിന് കളർ കൊടുത്തത്. അങ്ങനെ കേക്കിൻ്റെ 2 റൗണ്ട് ഞാൻ ബ്ലൂ കളർ വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് ചെയ്തു. സൈഡ്സ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായ പോലെ തോന്നലുണ്ട്, പക്ഷെ മേലെ ഈസി ആയിട്ട് വേഗം റോസസ് ആക്കി എടുക്കാം. ഏകദേശമായി. ഇനി സെൻറ്ററിലുള്ള കുറച്ച് ഭാഗത്ത് വീണ്ടും പിങ്ക് കളർ വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് റോസസ് ആക്കി.
അങ്ങനെ കേക്കിൻ്റെ ഐസിങ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മേലെ കുറച്ച് എഡിബിൾ പേൾസിലിട്ടിട്ട് വീണ്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് മൊഞ്ചാക്കി എടുക്കാം. ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സർപ്രൈസ് ബേബി ഷവർ പാർട്ടി പോലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിനി. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത കേക്കാണ്. അതുകൊണ്ടാണ് പിങ്കും ബ്ലൂവും കളർ കോമ്പിനേഷൻ ഞാൻ ഇതിന് ഐസിങ്ങിന് കൊടുത്തത്. പക്ഷേ വേറെ കുറച്ച് കാരണങ്ങളും കൊണ്ട് പാർട്ടി ക്യാൻസലായിപ്പോയി. അതുകൊണ്ട് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അടിപൊളി ടെക്സ്ചറും ടേസ്റ്റും കേക്കിനായിട്ടുണ്ടായിനി. മതി എന്താണ് കേക്കിടാ സ്പൂണിടാ ലൈറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ സൂപ്പർ ടേസ്റ്റി വാനില കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ടേക്ക് കെയർ. ബൈ.